ഹോ ഹൈ ഹു ഇതൊക്കെ എവിടാ ചേർക്കേണ്ടത്? എന്തൊരു കൺഫ്യൂഷൻ ആണ്, എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഹിന്ദി ഇനി സംസാരിക്കുന്നുമില്ല. ഈ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്? എങ്കിൽ ഇന്നത്തെ വീഡിയോയോട് കൂടി നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരും. ഹലോ ദോസ്തോ, വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി. നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഹേ, ഹോ, ഹൈ, ഹു എന്നിവയൊക്കെ ഏതൊക്കെ സന്ദർഭത്തിലാണ് ചേർക്കുന്നത് എന്നാണ്. സോ നമുക്ക് ഫസ്റ്റ് ഹു എന്നത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടത് കേട്ടോ. അപ്പം ഹു എന്നത് നമ്മൾ മേ എന്നതിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. ഞാൻ നിജ്ലയാണ്, ഞാനൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറയാനാണ് മേ ഹു എന്ന് ചേർക്കുന്നത്. ഞാനൊരു പെൺകുട്ടിയാണ്, ഉദാഹരണം നോക്കാം. ഞാനൊരു പെൺകുട്ടിയാണ്, ഇതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ പറയും? മേ ഏക്ക് ലടുക്കി ഹു, മേ ഏക്ക് ലടുക്കി ഹു. ഞാൻ നിജ്ലയാണ്, എൻ്റെ പേര് നിജ്ല എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ നിജ്ലയാണ് എന്ന് പറയാൻ മേ നിജ്ല ഹു. ഞാനൊരു ടീച്ചറാണ്, മേ ഏക്ക് ടീച്ചർ ഹു. പിന്നെ ഞാനൊരു സ്ത്രീയാണ്, മേ ഏക്ക് ഓറത്ത് ഹു. ഇനി അതേപോലെ നിങ്ങളുടെ ആർക്കെങ്കിലും പറയണം ഞാനൊരു പുരുഷനാണ് എന്ന് പറയാൻ മേ ഏക്ക് മർദ് ഹു. പുരുഷൻ എന്നതിന് ഹിന്ദിയിൽ മർദ് എന്നാണ് പറയാ, മേ ഏക്ക് മർദ് ഹു. ഇനി നിങ്ങളിൽ പലർക്കും പറയണം ഞാൻ ജോൺ ആണ്, മേ ജോൺ ഹു, മേ സീതാ ഹു. അങ്ങനെ ഓരോന്ന് പറയാം. മേ എന്നതിന് കൂടെയാണ് ഹു എന്ന് വരുന്നത്. അപ്പോൾ ഹു എന്നത് എവിടെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ആയി കിട്ടിയില്ലേ? അപ്പം നമുക്കിത് അടുത്തതിലേക്ക് നോക്കാം. അടുത്തത് നമ്മളുടെ അടുത്ത് വരുന്നത് ഹേ എന്നാണ്. അതായത് ഹ എന്ന് എഴുതിയ ശേഷം മുകളിൽ 2 വര മാത്രം വരുന്ന ഹേ. ഇത് നമുക്ക് തു എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതായത് നീ എന്നതിനെ ഹിന്ദിയായ തു എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതുപോലെ മേര, എൻ്റെ എന്ന് പറയുന്നതിൻ്റെ കൂടെ നമുക്ക് എന്തുപയോഗിക്കാം? ഹേ ഉപയോഗിക്കാം. അതേപോലെ മുജെ എന്ന് പറയുമ്പോഴും ഹേ ഉപയോഗിക്കാം. ഇനി അതുപോലെ വഹ്, യഹ് ഈ 2ന്റെ കൂടെയും നമുക്ക് ഹേ ഉപയോഗിക്കാം. ബേസിക് ആയിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. ബാക്കി പല സന്ദർഭത്തിലും ഹേ ഉപയോഗിക്കേണ്ട സമയങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പം നമുക്ക് തു എന്നത് വെച്ചിട്ടൊരു ഉദാഹരണം നോക്കാം. നീ എവിടെയാണ്? തു കഹാ ഹേ എന്നാണ് ചോദിക്കുക. തു കഹാ ഹേ, നീ എവിടെയാണ്? ഇനി അതേപോലെ എൻ്റെ പേര് നെജ്ല എന്നാണ്. എൻ്റെ എന്നതിൻ്റെ കൂടെയും ഹേ ആണ് ഉപയോഗിക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. മേരാ നാം നെജ്ല ഹേ. മേര എന്നതിന് കൂടെ ഹേ വന്നത് കണ്ടോ? ഇനി അതേപോലെ വഹ്, വഹ് എന്നത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വോ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അവൻ ഒരു ആൺകുട്ടിയാണ്, വോ ഏക്ക് ലടുക്കാ ഹേ. ഇനി ഇത് ഇവൾ എന്ന് പറയാം നമുക്ക്. ഇവൾ ഒരു പെൺകുട്ടിയാണ് എന്ന് പറയാം. യ ഏക്ക് ലടുക്കി ഹേ. ഇവിടെ 2 സെന്റൻസിലും ഹേ വന്നത് കണ്ടോ? വഹിൻ്റെ കൂടെയും യഹിൻ്റെ കൂടെയും മേരാൻ്റെ കൂടെയും തൂൻ്റെ കൂടെയും ഹേ വരുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോക്കാം. ഹോ എന്നത് ചില സെന്റൻസുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോ എന്ന് വരുന്നത്. അതെങ്ങനെയാ ഹോ വരുന്നത്? എവിടെയാണ് അത് വരുന്നത്? നിങ്ങൾ എന്നതിൻ്റെ ഹിന്ദിയായ തും എന്ന് വരുമ്പോൾ മാത്രമാണ് ഹോ എന്ന് ഹിന്ദിയിൽ ഉപയോഗിക്കേണ്ടത്. തും കിദർ ഹോ, നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കാൻ നമുക്ക് തും കിദർ ഹോ എന്ന് ചോദിക്കാം. നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കാൻ നമുക്ക് തും കോൻ ഹോ എന്ന് ചോദിക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കില്ലേ, അതിന് നമുക്ക് തും കിദർ സേ ഹോ അല്ലെങ്കിൽ തും കഹാ സേ ഹോ എന്ന് ചോദിക്കാം. അപ്പൊ തും എന്നതിൻ്റെ കൂടെ എന്ത് വന്നു? ഹോ വന്നു. തും വന്നിട്ടുണ്ടെങ്കിൽ, തും എന്നത് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കാര്യവും ചേർക്കില്ല, ഹോ എന്ന് മാത്രമാണ് ചേർക്കുക. അപ്പൊ നമ്മൾ 3 തരം ഹേ, ഹോ, ഹു എന്നിവ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഹൈം. ഹൈംന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറില്ല. ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ശരിക്കും ഹേ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈം എന്ന് പറഞ്ഞു തരുന്നത്. അതായത് ഹ എന്നെഴുതി അതിൻ്റെ മുകളിൽ ഒരു വരയും അതിന് മുകളിൽ 2 വരയിട്ട് ഒരു കുത്തും ഇടുന്നത്, അതിനെയാണ് ഹേ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇത് എവിടെ വരും? ഇത് നമുക്ക് മെയിനായിട്ടും ബഹുമാന സൂചകമായി ഒരുപാട് പേരെ പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്ന ആൾക്കാരെ പറയുമ്പോഴോ ഒക്കെയാണ് ഹേ എന്ന് യൂസ് ചെയ്യേണ്ടത്. ആപ്പ് വരുമ്പോൾ ഹേ എന്ന് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരുപാട് പേരുണ്ട്, ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് എന്ന് പറയാൻ നമുക്ക് യഹാ ബഹോത് ബച്ചേ ഹേ എന്ന് പറയാം. ഈ ഹേ 2 വര ഒരു കുത്തുള്ള ഹേ ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാം. താങ്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ പറയാം? ഇനി നമുക്ക് താങ്കൾക്ക് സുഖമാണോ, താങ്കൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാറില്ലേ? ഇതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ ചോദിക്കാൻ നോക്കിയാലോ? ആപ്പ്, താങ്കൾ എന്നതിന് ആപ്പ്. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് കേസേ എന്ന് ചോദിക്കാം. ആപ്പ് കേസേ. ഹേ എന്നാണ് ചേർക്കേണ്ടത് അടുത്തത്. ആപ്പ് കേസേ ഹേ.
പലരും ഇത് തെറ്റായിട്ട് ആപ് കേസെ ഹോ എന്ന് ചേർക്കാറുണ്ട്. അത് തെറ്റാണ്. ആപ് കേസെ ഹെ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ് കേസെ ഹോ എന്ന് ചോദിക്കാം. പക്ഷേ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റേജിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആപ് കേസെ ഹെ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. മിൽത്തെ ഹെ അഗലെ വീഡിയോ മേ, തബ് തക് കെ ലിയെ ബൈ ബൈ.